2026 വേൾഡ് കപ്പിന്റെ ഫൈനൽ മാച്ച് ഇന്നാണ്. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ആവേശകരമായ പോരാട്ടം. 2026 വേൾഡ് കപ്പിന്റെ ഇന്നത്തെ ഫൈനലിൽ അർജന്റീനയെ നയിക്കുന്നത് ലയണൽ മെസ്സി. അദ്ദേഹത്തിന്റെ കളി മികവുകൾ വാഴ്ത്തിപ്പാടുകയാണ് ചാനലുകളും സമൂഹ മാധ്യമങ്ങളും. പക്ഷേ നമുക്ക് കുറച്ച് ഒന്ന് പുറകിലോട്ട് പോകാം. നമ്മൾ ഇന്ന് വാഴ്ത്തിപ്പാടുന്ന ഈ കളി മികവ് 2016 കോപ്പ അമേരിക്ക ഫൈനൽ കഴിഞ്ഞതിന് ശേഷം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. അന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ചിലിയോട് പരാജയപ്പെട്ടതിനു ശേഷം രാജ്യത്തിനു വേണ്ടി ജേഴ്സി അണിയുന്നത് ഇനി ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് വളരെ വിഷമത്തോടുകൂടി മെസ്സി ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു. ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ വലിയൊരു കാരണമുണ്ടായിരുന്നു. 2014 വേൾഡ് കപ്പിലെ പരാജയം, 2015 കോപ്പ അമേരിക്ക പരാജയം, 2016 കോപ്പ അമേരിക്ക പരാജയം. തുടർച്ചയായ പരാജയങ്ങൾ മെസ്സിയെ ഈ തീരുമാനത്തിലെത്തിച്ചു. പക്ഷേ ലോകം, അദ്ദേഹത്തിന്റെ ആരാധകര്, ആ രാജ്യം അദ്ദേഹത്തിന്റെ കൂടെ നിന്നു. അദ്ദേഹം ഇല്ലെങ്കിൽ അർജന്റീന എന്ന ടീം തന്നെ കൂടെയില്ല എന്ന ഒരു കാഴ്ചയിൽ ലോകം മുഴുവൻ അദ്ദേഹത്തിന് അനുകൂലമായ ടാഗ് ലൈനുകൾ പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം തീരുമാനം മാറ്റി. പിന്നെ നടന്നത് ചരിത്രം, നമുക്കെല്ലാം അറിയാവുന്ന ചരിത്രം. 2021 കോപ്പ അമേരിക്ക, 2022 വേൾഡ് കപ്പ്, 2024 കോപ്പ അമേരിക്ക. ഇങ്ങനെ തുടർച്ചയായ വിജയങ്ങൾ ഇദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ അർജന്റീന ടീമിന് ലഭ്യമായി. മാത്രമല്ല 2026 വേൾഡ് കപ്പ് ഫൈനലിസ്റ്റായി നിൽക്കുന്ന അർജന്റീന ഇദ്ദേഹത്തിന്റെ ചിറകിലേറിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. 2016 അദ്ദേഹത്തിന്റെ ആ തീരുമാനം മാറ്റിയിരുന്നില്ലെങ്കിൽ 2021 കോപ്പ അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ തിളക്കമുള്ള വിജയം, 2022 വേൾഡ് കപ്പ് ഉയർത്താൻ അദ്ദേഹം ഉണ്ടാകുമായിരുന്നില്ല. 2024 കോപ്പ അമേരിക്ക കപ്പ് ഉയർത്താൻ അദ്ദേഹം ഉണ്ടാകുമായിരുന്നില്ല. 2026 ഫൈനലിസ്റ്റില് ക്യാപ്റ്റനായും നമ്മുടെ മെസ്സി ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ നാട്ടിലൊരു ചൊല്ലില്ലേ, പരാജയം വിജയത്തിന് മുന്നോടിയാണെന്ന്. ചിലരുടെയൊക്കെ കാര്യത്തിൽ അത് വളരെ യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് വിശ്വസിക്കാം.